ആദർശും അനിയും മുത്തശ്ശനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട്. അനി, നീ എന്താ അനാമിക മോളെ വിളിക്കാനായിട്ട് പോവാത്തെ? ഞാനെന്തിനാ അവളെ വിളിക്കുന്നേ? അവൾ ഇവിടുന്ന് എന്നോട് പറഞ്ഞിട്ടാണോ ഇറങ്ങിപ്പോയത്? ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. അന്ന് തന്നെ വല്യമ്മയുടെ ഒറ്റ നിർബന്ധം കാരണാ ഞാൻ അവളെ പോയി വിളിച്ചത്. അവളുടെ കുട്ടിക്കളിക്ക് നിൽക്കലല്ല എന്റെ പണി. എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. എന്താടാ, അവളുടെ ഭർത്താവല്ലേ നീ? അവൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് എന്ന നിലയ്ക്ക് നീയല്ലേ പോയി വിളിക്കണ്ടേ? ഇളയമേ, അനി പറഞ്ഞതല്ലേ ശരി. അവളിവിടുന്ന് ഒരു കാരണവുമില്ലാതെ ഇറങ്ങിപ്പോയതാ. പിന്നെന്തിനാ അനി പോയി വിളിക്കുന്നേ? നീയൊന്നും പറയണ്ട. മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവാനുള്ള കാരണം ഉണ്ടാക്കിയത് നിന്റെ ഭാര്യയും ഭാര്യയുടെ അനിയത്തിയും ചേർന്നിട്ടല്ലേ? എന്താ ജാനകി, നീ വെറുതെ നായന മോളെയും അവരെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തുന്നേ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. എന്ത് പറഞ്ഞാലും നയനയെയും നയനയുടെ വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്തിട്ടാ അച്ഛൻ സംസാരിക്കൂ. അവരുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ. അന്നുണ്ടായ കാര്യങ്ങളെല്ലാം നിനക്കറിയുന്നതല്ലേ. അവൾ പോയി നയനയെ തള്ളിയിട്ടു. അതിന് ദേഷ്യത്തോടുകൂടി നന്ദു ഒന്ന് തല്ലി. അതിനിപ്പോ ഈ വീട് വിട്ട് ഇറങ്ങാൻ ആരെങ്കിലും പറഞ്ഞോ? അവളെ സ്വന്തം ഇഷ്ടത്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതുപോലെ തന്നെ അവൾ ഇങ്ങോട്ട് വരും. ഇനി അനി അവളെ വിളിക്കാനായിട്ട് ഇവിടുന്ന് അങ്ങ് പോവില്ല. അതിലും അച്ഛൻ രണ്ട് പ്രവൃത്തിയല്ലേ ചെയ്യുന്നേ? നയൻ ഇവിടുന്ന് പിണങ്ങിപ്പോയ സമയത്ത് ആദർശിനെ പറഞ്ഞു വിട്ടു. ആദർശ് വിളിക്കാനായിട്ട് പോയി അവളെ തിരികെ കൊണ്ടുവന്നു. ഇപ്പോഴും ഇവന്റെ ഭാര്യ നിൽക്കുന്നത് അവളെ വീട്ടിലല്ലേ? അവളെ തിരികെ കൊണ്ടുവരാനായിട്ട് അച്ഛനും അമ്മയും കൂടെ ഒരു ചെല്ലം നിറയെ സ്വർണ്ണമായിട്ടാ പോയത്. എല്ലാം അവൾക്ക് തന്നെ കൊണ്ടു കൊടുത്തില്ലേ? ഇതൊക്കെ പോരാഞ്ഞിട്ടും എന്റെ അനാമിക മോൾക്ക് ഒന്നും തന്നെ അമ്മ കൊടുത്തിട്ടില്ല. അതിന്റെ സങ്കടം മോൾ അപ്പോഴേ പറഞ്ഞതാ. ജാനകി, നയന മോൾക്ക് സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതറിയാതെ നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. നിന്റെ മരുമകൾക്ക് സ്വർണം കൊടുക്കാനുള്ള കാര്യങ്ങളൊന്നും നിന്റെ മരുമകൾ ചെയ്യുന്നില്ല. അപ്പോ അവൾക്കും കൊടുക്കും. ഇപ്പൊ തന്നെ ആരെയും ബഹുമാനിക്കാത്ത രീതിയിലാ അവള് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിനൊക്കെ ഒരു മാറ്റം വരട്ടെ. ഈ അനന്തപുരി തറവാടിന് പറ്റിയ മരുമകളാണെന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് മോൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അത് നീ എനിക്ക് പറഞ്ഞു തന്നിട്ടൊന്നും വേണ്ട. പിന്നെ അനി പോയിട്ട് എന്തായാലും അനാമികയെ വിളിച്ചോണ്ട് വരില്ല. അനിയുടെ ഭാഗത്ത് തന്നെയാണ് ഞാനും നിൽക്കുന്നത്. ഒരു കാരണമില്ലാതെ ഇറങ്ങിപ്പോയവള് അതുപോലെ തന്നെ തിരികെ വരണം. അല്ലാതെ ഇവിടുന്ന് ആരും വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവില്ല. അച്ഛാ, അങ്ങനെ വിടാനൊന്നും എനിക്ക് പറ്റില്ല. എൻ്റെ മരുമകളെ ഇവിടെയാ നിൽക്കണ്ടേ. എനിക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ പോയി അവളെ വിളിക്കും എന്ന് ജാനകി പറയുന്നുണ്ട്. ഇതും പറഞ്ഞ് ദേഷ്യം കൊണ്ട് ജാനകി അങ്ങ് പോവാണ്. പിന്നീട് ദേവയാനിയുടെ അടുത്തോട്ട് ജാനകി ചെല്ലുന്നുണ്ട്. ഏട്ടത്തി, ഇനി ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും അനാമിക മോളെ തിരികെ കൊണ്ടുവരണം. എത്ര ദിവസമായി മോൾ അവിടെ പോയിട്ട്? ഞാൻ ഫോൺ വിളിച്ചിട്ട് മോളൊന്നും എടുക്കുന്ന പോലുമില്ല. അവൾക്കാണെങ്കിൽ നല്ല സങ്കടം കാണും. നമ്മളല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? ജാനകി, അതിന് അനിയോട് പറ. അനി പോയി വിളിച്ചോണ്ട് വരും. ഞാൻ പറഞ്ഞ അനി കേൾക്കാതിരിക്കില്ല. വേണ്ട ഏട്ടത്തി, ഏട്ടത്തി പറഞ്ഞാലൊന്നും ഇനി ആരും കേൾക്കില്ല. അച്ഛനും ആദർശും ഒക്കെ അവന്റെ ഭാഗത്താ. അച്ഛൻ പറഞ്ഞത് ഇനി അനി അവളെ പോയി വിളിക്കില്ല എന്നാ. അവളിങ്ങോട്ട് വരട്ടെ എന്നാ പറയുന്നേ. അതുകൊണ്ട് ഇനി ഏട്ടത്തി പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ തന്നെ പോയി വിളിച്ചോളാം. മോളോട് സംസാരിച്ച് ഞാൻ തിരികെ കൊണ്ടുവരാം. ജാനകിയും ജലജയും കൂടെ അനാമികയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അനാമികയാണെങ്കിൽ ആകെ ദേഷ്യത്തിലായിരിക്കും. അമ്മ ഇനി എന്നെ വിളിക്കണ്ട. ഇനി അനി തന്നെ വിളിച്ചാലും ഞാൻ ആ വീട്ടിലോട്ട് വരില്ല. എനിക്ക് വയ്യ ഇങ്ങനെ അടികൊള്ളാൻ. എല്ലാവരും അവളുടെയും അവളുടെ അനിയത്തിയുടെയും സൈഡിലാ. എന്റെ ഭാഗത്ത് നിന്ന് എന്റെ സങ്കടം കേൾക്കാൻ അവിടെ ആരുമില്ല. എന്താ മോളെ അങ്ങനെയൊക്കെ പറയുന്നേ? മോളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അമ്മ ഇങ്ങോട്ട് വന്നത്? മോളെ തിരികെ കൊണ്ടുപോവാനാ അമ്മ വന്നത്. അതുപോലെ ജലജയും പറയുന്നുണ്ട്. അനാമികെ, ഇത്ര വാശിയൊന്നും വേണ്ട കേട്ടോ. നീ വേഗം ഞങ്ങളുടെ കൂടെ പോരാൻ നോക്ക്. നീ താമസിക്കേണ്ടതേ അനന്തപുരിയില, അല്ലാതെ ഇവിടെയല്ല. നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ എന്താ പറയുക എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്. വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് നിൽക്കുന്നതാ എനിക്ക് സന്തോഷം. ഇത് കേട്ട് രേവതിയും വേണുവും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും മോളെ ഞങ്ങൾ ഇനി അങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ല. ഞങ്ങൾ പൊന്നുപോലെ നോക്കിയതാ എൻ്റെ മോളെ. ഇനി അങ്ങനെ അടിക്കാനൊന്നും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അവൾ ഇനി ഇവിടെ നിൽക്കട്ടെ. മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാ അങ്ങനെയല്ലല്ലോ. മോള് അനന്തപുരിയിലെ മരുമകളാ. മോൾ ഇങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കരുത്. മോൾ എൻ്റെ കൂടെ വാ. ഇല്ല അമ്മേ, എന്തു പറഞ്ഞാലും ഞാൻ വരില്ല. എനിക്ക് അത്രമാത്രം സങ്കടമുണ്ട്. എന്നാ ശരി, മോൾ ആലോചിക്ക്. ഇപ്പോഴത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും മോൾ ഇങ്ങനെ പറയുന്നതാ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മ വീണ്ടും വരാം. അപ്പോൾ മോൾ എൻ്റെ കൂടെ വരണം. ഇതും പറഞ്ഞുകൊണ്ട് ജാനകിയും ജലജയും അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാ ജലജ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. അവളുടെ ഒരു അഹങ്കാരം, വിളിക്കാൻ വന്നിട്ടും എന്താ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ജലജയും ജാനകിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാ രേവതി അനാമികയോട് പറയുന്നുണ്ട്. മോളെ, അവര് നിന്നെ വിളിക്കാൻ വന്നതാ. ഈ സമയത്ത് നീ കൂടെ പോകുന്നല്ലേ നല്ലത്. അല്ലാതെ നീ കയറി ചെന്നാലേ നിനക്ക് അവിടെ ഒരു വിലയും ഉണ്ടായിരിക്കില്ല. അമ്മ ക്ഷമിക്ക്. ഇപ്പോ അമ്മായിയമ്മ വന്നു. ഇനി അവിടുന്നേ പലരും വരണം എൻ്റെ കാൽച്ചുവട്ടിലോട്ട്.
മോളെ ഇത്ര വാശിയൊക്കെ വേണോ? മോള് പോകുന്നതല്ലേ നല്ലത്. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കല്ലേ അടി കൊണ്ടത്. ആ ദേഷ്യം മാറാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ആ നയന എന്ന് പറയുന്നവളെ അവളെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ഒരു ചെല്ലം നിറയെ സ്വർണ്ണമായിട്ടാ മുത്തശ്ശനും മുത്തശ്ശിയും അവളെ കാണാനായിട്ട് പോയത്. ഏകദേശം 100-150 പവൻ കാണും. എന്നിട്ട് എൻ്റെ അമ്മായിമ്മ എന്നെ വിളിക്കാൻ വന്നപ്പോ എന്താ കൊണ്ടുവന്നേ? കയ്യും വീശി വന്നിരിക്കുക, ഒന്നും കൊണ്ടുവരാതെ. എന്തായാലും എനിക്ക് കിട്ടേണ്ടത് കിട്ടാതെ ഞാൻ അങ്ങോട്ട് ഇനി പോവില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നും പറഞ്ഞ് അനാമിക ഉള്ളിലോട്ട് പോകുന്നുണ്ട്. വേണുവേട്ടാ, ഈ പെണ്ണിത് എന്ത് ഭാവിച്ചാ? ഇവളിത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോകുന്നേ? വേണുവേട്ടനെ അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. അവൾ എന്തൊക്കെയോ തലയിൽ കയറ്റി വെച്ചിരിക്കുക. ഇനിയിപ്പോ എന്തൊക്കെയാ നടക്കാൻ പോകുന്നയാവോ? രേവതി, മോള് പറഞ്ഞത് ശരിയല്ലേ? ഇങ്ങനെ കയ്യും വീശി വരുന്നതിന് പകരം കുറച്ച് സ്വർണവും പണമൊക്കെ ആയിട്ട് വന്നാ മോൾ എന്തായാലും കൂടെ പോവും. മോൾ എന്തായാലും അനിയുടെ ഭാര്യ തന്നെയാ. അതുകൊണ്ട് ആരെങ്കിലും അവിടെ നിന്ന് ഇനിയും വിളിക്കാൻ വരും. അങ്ങനെ ഡിമാൻഡ് കാണിച്ചാൽ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കൂ. അച്ഛനും മോൾക്കും ഭ്രാന്ത, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട് എന്നും പറഞ്ഞ് രേവതി ഉള്ളിലോട്ട് പോകുന്നുണ്ട്. പിന്നീടായിട്ട് ജാനകി സങ്കടപ്പെട്ട് ദേവിയാനിയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. എന്താ ജാനകി, മോള് വന്നോ? ഇല്ല ഏട്ടത്തി, അവള് വരുന്നില്ലെന്ന് പറയുന്നേ. ഞാൻ ഒരുപാട് തവണ വിളിച്ചു. മോളിനി ഇങ്ങോട്ട് വരില്ല എന്ന് ഉറച്ചു നിൽക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. മോളുടെ മനസ്സ് അത്രമാത്രം ഉടഞ്ഞിരിക്കുകയായിരിക്കും. അതുകൊണ്ടാ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ. എന്തായാലും മോളെ കാണാനായിട്ട് ഞാനൊന്ന് പോകുന്നുണ്ട്. നാളെ തന്നെ മോളെ കാണാനൊന്ന് പോകണം എന്ന് ദേവിയാനി പറയുന്നുണ്ട്. ഞാൻ മോളെ കാണാൻ പോകുമ്പോൾ വെറും കൈവീശിയല്ല പോവുക. മോൾക്ക് കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുക്കും. എന്തായാലും മോളോട് ഞാൻ പറഞ്ഞതാ, എൻ്റെ സ്വർണങ്ങളെല്ലാം എൻ്റെ അനാമിക മോൾക്കുള്ളതാണെന്ന്. അത് അവൾക്ക് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് അവളെ കൂട്ടി ഇങ്ങോട്ട് വരണം. അന്ന് നയനയ്ക്ക് അച്ഛനും അമ്മയും സ്വർണം കൊണ്ടു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാ, മോൾക്ക് സമയമാവുമ്പോൾ എല്ലാം ഞാൻ തരുമെന്ന്. അതിനുള്ള സമയമായി. മോൾക്ക് കൊടുക്കാനുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം ഒന്ന് എടുത്തു വെക്കണം എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട്. ഇത് കേട്ട് ജാനകിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിറ്റേ ദിവസം ദേവിയാനിയും ജാനകിയും ജലജയൊക്കെ ചേർന്ന് വീണ്ടും കാണാനായിട്ട് പോവാണ് അനാമികയെ. അനാമിക വീണ്ടും ഡിമാൻഡൊക്കെ പിടിച്ചിരിക്കുകയായിരിക്കും. ഒരു പെട്ടി നിറയെ സ്വർണം കാണുമ്പോൾ അനാമികയുടെ കണ്ണ് മഞ്ഞളിക്കുകയാണ്. അനാമിക ആകെ കൂടെ ഞെട്ടി നിൽക്കുമായിരിക്കും. മോളെ, ഇതെല്ലാം ഞാൻ മോൾക്ക് കൊണ്ടുവന്നതാ. മോൾക്കന്ന് പരാതിയായിരുന്നല്ലോ, നയനയ്ക്ക് ഒരു ചെല്ലം നിറയെ സ്വർണം കൊണ്ടു കൊടുത്തു, എനിക്ക് മുത്തശ്ശിയൊന്നും തന്നില്ല എന്ന്. അന്ന് ഞാൻ മോളോട് പറഞ്ഞില്ലേ, വല്യമ്മയുടെ സ്വർണം മുഴുവൻ മോൾക്കുള്ളതാ. അതുകൊണ്ട് ഞാനിത് മോൾക്കായിട്ട് കൊണ്ടുവന്നതാ. അന്ന് ഇങ്ങോട്ട് വരാനായിട്ട് നയനയ്ക്ക് അച്ഛനും അമ്മയും കൊണ്ടുകൊടുത്ത സ്വർണത്തേക്കാൾ കൂടുതൽ മോൾക്ക് ഞാനിപ്പോൾ തന്നിട്ടുണ്ട്. ഇത് വെച്ച് മോളെ ഞാൻ വിളിക്കുകയൊന്നുമല്ല. ഇത് മോൾക്ക് അവകാശപ്പെട്ടതാ. ഇനി വാശിയും ദേഷ്യമൊക്കെ മാറ്റി മോള് വല്യമ്മയുടെ കൂടെ വാ. വല്യമ്മയുടെ ഈ അവസ്ഥയിലും മോളെ കാണാൻ വന്നത് എനിക്ക് മോളോടുള്ള സ്നേഹം കൊണ്ടാ. അത് മോള് മറക്കരുത്. ഇതൊക്കെ കണ്ട് വേണുവും രേവതിയും ആ അന്തം വിട്ട് നിൽക്കുമായിരിക്കും. മോളെ, വല്യമ്മ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ മോൾ എന്താ പോവാതിരിക്കുന്നേ? പാവം ദേവിയാനി ചേച്ചി അസുഖമായിട്ടുകൂടെ മോളെ വിളിക്കാനായിട്ട് വന്നതല്ലേ. വല്യമ്മേ, എനിക്ക് എന്തിനാ ഈ സ്വർണം? ഞാൻ വല്യമ്മയോട് പറഞ്ഞിട്ടില്ലേ, എനിക്ക് സ്വർണത്തിനോടൊന്നും ഒരു താല്പര്യമില്ല. ഇതെനിക്ക് വേണ്ട. വല്യമ്മ തിരികെ കൊണ്ടുപോക്കോ. എന്നാ ഇത് കേട്ട് രേവതി മനസ്സ് ചിന്തിക്കുന്നുണ്ട്. കൈ കിട്ടിയ സാധനം തിരികെ കൊടുക്കാനാണോ ഇവൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിന്നത്? അത് ഈ വല്യമ്മയ്ക്ക് അറിയാലോ. എന്നാലും അങ്ങനെയല്ല. അവൾക്ക് ഒരു ചെല്ലെന്നറിയ സ്വർണം കൊടുത്ത സ്ഥിതിക്ക് എൻ്റെ മോൾക്ക് അത് കൂടുതൽ തരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വല്യമ്മ ഇത് എടുത്തുകൊണ്ട് വന്നത്. മോൾ ഇത് സന്തോഷത്തോടെ വാങ്ങിക്കണം എന്നും പറഞ്ഞ് ദേവിയാനി അനാമികയ്ക്ക് സ്വർണങ്ങളെല്ലാം കൊടുക്കാണ്. ഇത് കണ്ട് ജാനകി ആകെ അന്തം വിടുന്നുണ്ട്. ഈ ഏട്ടത്തിക്ക് എന്തിൻ്റെ കേടാ? ഈ പെണ്ണിന് എന്തിനാ ഈ സ്വർണങ്ങളൊക്കെ കൊടുക്കുന്നേ? പെണ്ണിനാണെങ്കിൽ എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. തലതെറിച്ചൊരു പെണ്ണും എന്താ അഭിനയം! എല്ലാവരും ചേർന്ന് അഭിനയിച്ച് തകർക്കുകയല്ലേ. അമ്മയും മകളും അച്ഛനും എല്ലാം.